സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയയിൽ ഇന്ന് ദാനിയേൽ 1:17. ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. അക്കോർഡിംഗ് ടു Daniel chapter 1 verse 17, God helped these 4 young men to become clever and wise. While they studied, He helped them to learn from many different books. They could understand many things. Daniel could also understand the meaning of all kinds of dreams. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തിൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഭവനങ്ങളും കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ ഭൂമുഖത്തേക്കൊക്കെ നോക്കിയാൽ, നമ്മളിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ, പല വിധത്തിലുള്ള സംശയങ്ങൾ, പല വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ നമുക്ക് ചെവി കൊണ്ട് കേൾക്കുവാനും കണ്ണുകൾ കൊണ്ട് കാണുവാനും, നമുക്ക് തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അസ്തിത്വം പോലും സംശയം തോന്നുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പൈതൃകം, നമ്മുടെ സമൂഹം, നമ്മുടെ വിശുദ്ധ ബലികളെ, നമ്മളെ നയിക്കുന്ന വിശുദ്ധന്മാരായ വൈദികരെ, പിതാക്കന്മാരെ, ഇവരെയൊക്കെ ചിത്രീകരിച്ച് പല വിധത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വന്നു കഴിയുമ്പോൾ ദാനിയേലിനെ പോലെ, ദാനിയേൽ 4 യുവാക്കൾക്കും ദൈവം നൽകിയ പോലെയുള്ള ഒരു സാമർഥ്യം, ഒരു അറിവ്, ഒരു ദർശനം, ഒരു വ്യാഖ്യാന വരം, അല്ലെങ്കിൽ അവയെ കേൾക്കുമ്പോൾ അത് ദുർവ്യാഖ്യാനമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നമുക്കൊക്കെ ഇന്ന് അറിവുണ്ടാകേണ്ട ഒരവസ്ഥയായിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളെ കൈവിട്ട് നമ്മളൊരു വിശ്വാസിയാണെന്ന് പോലും ചിന്ത പോലുമില്ലാതെ പലതും ദുർവ്യാഖ്യാനം നടത്തി, പലരെയും കോമാളീകരിച്ച്, പലരെയും ചിത്രീകരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അനേകം വൈകൃതങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ സംരക്ഷണം നമ്മുടെ ഭവനങ്ങളിലെ, കുടുംബങ്ങളിലെ, കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അന്ന് ദാനിയേലിന് നൽകിയതുപോലെ ദൈവത്തെ ഓർത്ത് ആ 4 യുവാക്കൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നിലനിർത്തിക്കൊണ്ട് ബാബിലോൺ പ്രവാസകാലത്ത് വളരെയേറെ ത്യാഗം അനുഭവിച്ച് ജീവിച്ചു. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിച്ചപ്പോൾ അവരെ തീച്ചുളയിൽ എറിഞ്ഞിട്ടും സർവശക്തനായ ദൈവം അവരെ കാത്തു പരിപാലിച്ചു. ഒരു പൊള്ളൽ പോലും ഏക്കാതെ, ഒരു പോറൽ പോലും ഏക്കാതെ ആ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദാനിയേലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, സകലവിധം ആൾക്കാരും, ആ രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും വിഗ്രഹ ആരാധനയിൽ മുഴുകിയപ്പോൾ തൻ്റെ കവാടത്തിൻ്റെ ജനാലകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇസ്രയേൽ നഗരത്തിലേക്ക് നോക്കി, അവിടുത്തെ ഇസ്രയേൽ കവാടത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട്, തൻ്റെ ജനലുകൾക്കിടയിൽ നിന്നുകൊണ്ട് നോക്കി, ദേവാലയത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ. ഇതുപോലെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽ മുഴുകി നമ്മളും ഒക്കെ അടിപതറി വീണു പോകാതെ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളും, നമുക്ക് കിട്ടിയ പൈതൃകവും, നമുക്ക് കിട്ടിയ മാതാപിതാക്കളും കിട്ടിയ അനുഭവങ്ങളും ഒക്കെ മനസ്സിലേക്ക് ധ്യാനിച്ചിട്ട് തമ്പുരാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, തൃക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് മുട്ടുകുത്തി ഈ ലോകത്തിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കി, നമ്മുടെ ദേവാലയങ്ങളിലേക്ക് നോക്കി, നമ്മുടെ വിശ്വസ്തനായ ദൈവത്തിലേക്ക് നോക്കി, കുരിശിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ നമ്മൾ തമ്പുരാണ്ട് പ്രാർത്ഥിക്കാം. ഒപ്പം പല വിധത്തിൽ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു മാസക്കാലം അല്ലെങ്കിൽ അടുത്തൊരു മാസക്കാലം പല വിധത്തിലുള്ള പരീക്ഷകളെ, എക്സാമുകളെ, ഇൻ്റർവ്യൂകളും ഒക്കെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഇവയെല്ലാവർക്കും വേണ്ടി ഈ വചനത്തെ നമുക്ക് സമർപ്പിക്കാം. ദാനിയേൽ 1:17 പല വിധത്തിലുള്ള വിജ്ഞാനത്തിലും പഠനത്തിലും വിദ്യകളിലും ഒക്കെ സാമർഥ്യവും അറിവും നൽകുവാൻ, ദർശനങ്ങൾ കിട്ടുവാൻ, ദൈവത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ, പഠിക്കുന്ന മേഖലകളെപ്പറ്റിയും ദൈവികമായൊരു അറിവ് കിട്ടുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ആരാധിക്കും.
ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻപിൽ